ഹലോ ഗൈസ്, ഞങ്ങളിന്ന് ഫാമിലി ആയിട്ട് ഒരു ട്രിപ്പ് ഇറങ്ങിയിരിക്കുകയാണ്. സ്ഥലം ഏതാണെന്നറിയോ? ദാ ഞങ്ങളുടെ കൂടെ മക്കളൊക്കെ ഉണ്ട്, ചേച്ചിയുടെ മക്കളും കുട്ടികളൊക്കെ ഉണ്ട്. കാറിലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ഥലം തന്നെയാണ് വാമല. വാമല എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം, നെമ്മാറ ഭാഗത്തേക്ക് പോകുന്ന റൂട്ടിലാണ്. തൃപ്പാളൂരിൽ നിന്ന് പാലക്കാട് നിന്ന് പോവുകയാണെങ്കിൽ നമ്മൾ നേരെ കൊടുവായൂരിൽ നിന്ന് വെട്ടുപിടുക വഴി തൃപ്പാളൂരെത്തുന്നു. തൃപ്പാളൂരിൽ വലത് ഭാഗത്തേക്ക് പോയാൽ ഒരു ഒരു 1.5 കിലോമീറ്റർ അവിടെ നമുക്ക് എത്താൻ പറ്റും. നല്ല രസകരമായ ഒരു ഗ്രാമപ്രദേശം, ഭംഗിയുള്ള ഒരു ഗ്രാമപ്രദേശം. ഒരു ചെറിയൊരു മലയാണ്, അതിൻ്റെ മുകളിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ടൗണിൽ നിന്ന് 44 മിനിറ്റ്, കൂടിയാൽ ഒരു 3/4 മണിക്കൂർ, 44 മിനിറ്റ്, 10-20 കിലോമീറ്ററേ ഉള്ളൂ. നമുക്ക് കാറിലും അതുപോലെ തന്നെ ബൈക്കിലും ഒക്കെ ആയിട്ട് വരാം. ബസ്സിൽ വേണമെങ്കിലും വരാൻ പറ്റും. ഫാമിലിയൊക്കെ ആയിട്ട് ഒരു രാവിലത്തെ ഒരു ട്രിപ്പായിട്ട് പോകാൻ പറ്റും. അതല്ലെങ്കിൽ നമുക്ക് നെമ്മാറ പോത്തുണ്ടി ഡാമിലേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ നെല്ലിയാമ്പതി പോകുമ്പോഴൊക്കെ നമുക്ക് രാവിലെ ഇവിടെ ക്ലബ് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ രസകരമായിരിക്കും. പാറയിൽ തന്നെ കൊത്തിവെച്ച നല്ല രസകരമായിട്ടുള്ള സ്റ്റെപ്പുകളൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഒരു ശാന്ത സുന്ദരമായിട്ടുള്ളൊരു ഗ്രാമത്തിൻ്റെ നടുക്ക് ഭാഗത്താണ് ഈ ഒരു മല സ്ഥിതി ചെയ്യുന്നത്. ചുറ്റുപാടും നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രസകരമായിട്ടുള്ള പാടങ്ങളും ഗ്രാമപ്രദേശങ്ങളും പാലക്കാടിൻ്റെ തന്നെ തനതായ ഗ്രാമപ്രദേശങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പഴമയുള്ള ഗ്രാമപ്രദേശങ്ങൾ, ആളുകളും അതുപോലെ തന്നെ വളരെ ജെനുവിനായിട്ടുള്ള ആളുകൾ. പോകുന്ന വഴിയൊക്കെ നമുക്ക് പറഞ്ഞു തരാനൊക്കെ ആളുകളുണ്ടാവും. ആരോടെന്തെങ്കിലും ചോദിച്ചാലൊക്കെ അവർ വളരെ സ്നേഹത്തോടു കൂടി തന്നെ പറഞ്ഞു തരും. അവർ പറഞ്ഞത് രാവിലെ 7 മണിക്കൊക്കെ പോയാലാണ് ഇവിടെ അമ്പലം തുറന്നിട്ടുണ്ടാവുക. വൈകുന്നേരം 4-5 മണിക്ക് ശേഷം എന്താവും അമ്പലം തുറന്നിട്ടുണ്ടാവും പറഞ്ഞു. ചുറ്റുപാടുമുള്ള വ്യൂ കണ്ടോ? നല്ല രസകരമായിട്ടുള്ള നെല്ലിയാമ്പതി മലകൾ, അതുപോലെ തന്നെ പാടങ്ങൾ, മരങ്ങൾ, ഗ്രാമക്കാഴ്ചകൾ, നല്ല രസമാണ്. അതിൻ്റെ താഴെ ഒരു ചെറിയ കൊച്ചു കടയൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. ഒരു പോസിറ്റീവ് വൈബുള്ളൊരു സ്ഥലം തന്നെയാണ് ഈ വാമല എന്ന് പറയുന്നത്. അധികം ആളുകളൊന്നും അങ്ങനെ അങ്ങ് വരാത്തൊരു സ്ഥലമാണ്. ഈ റീൽസുകളും ഇതുപോലെ തന്നെ വീഡിയോകളൊക്കെ കണ്ടിട്ടാണ് ആളുകൾ ഇവിടേക്ക് വരുന്നത്. കണ്ടോ, ക്ഷേത്രം അടച്ചിരിക്കുകയാണ് ഞങ്ങൾ പോകുമ്പോൾ. ഈ ക്ഷേത്രം പണ്ട് മുതലുള്ള സിനിമകൾ തന്നെയുണ്ട്. നമ്മുടെ ഈ കുഞ്ഞിരാമായണം, അതുപോലെ തന്നെ ദീപസ്തംഭം, മഹാശ്ചര്യം, ഹൃദയം സിനിമ വന്നപ്പോഴാണ് അത് വളരെ പോപ്പുലറായത്. വല്ലാണ്ട് അങ്ങോട്ട് പോപ്പുലറായത് ഈ ഹൃദയം സിനിമയിലൂടെയാണ്. പിന്നെ നമ്മുടെ ആളുകൾ ഈ യൂട്യൂബേഴ്സ് അതുപോലെ തന്നെ ഷോർട്സൊക്കെ കണ്ടിട്ട് ഒരു ഫേമസ് ആയിട്ടൊരു സ്ഥലം കൂടിയാണ് ഈ വാമല എന്ന് പറയുന്ന സ്ഥലം. നല്ലൊരു DSLR ഒക്കെ ഉണ്ടെങ്കിൽ ഏത് ഭാഗത്തു നിന്ന് എടുത്താലും ഭംഗിയുള്ള കാഴ്ചകളാണ്. മറ്റ് പല വിഗ്രഹങ്ങളും പ്രതിഷ്ഠകളും 1-2 ഭാഗത്തുണ്ട്. മക്കളൊക്കെ ഭയങ്കര ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെയാണ്. അതാ ഞാൻ പറയുന്നത്, നല്ലൊരു ക്യാമറയൊക്കെ ഉണ്ടെങ്കിൽ, DSLR ക്യാമറയൊക്കെ ഉണ്ടെങ്കിൽ ഏത് ഭാഗത്തു നിന്ന് എടുത്താലും വളരെ മനോഹരമായ രാവിലെയാണെങ്കിലും വൈകുന്നേരത്താണെങ്കിലും വേനൽക്കാലത്തും മഴക്കാലത്തും രസകരമായിട്ടുള്ള വീഡിയോസ് നമുക്ക് എടുക്കാൻ പറ്റുന്നതും ആയിട്ടുള്ളൊരു ഈ ഒരു അരളിമരമാണ് അവിടുത്തെ രസകരമായിട്ടുള്ളൊരു കാഴ്ച. നല്ല ഭംഗിയുള്ള ഒരു അരളിമരമാണ്. ഇത് ഓരോ കാലത്തിനനുസരിച്ചിട്ട് ഓരോ രീതിയിലാണ് നിൽക്കുക. ഇപ്പോൾ നല്ല ഇലയുണ്ട് ഈ ഒരു വേനൽക്കാലത്ത്, അതായത് മഴക്കാലത്തിന് തുടക്കം. ഇതന്നെ നമ്മുടെ ഈ പറഞ്ഞ പോലെ തന്നെ ഗ്രീഷ്മകാലം, അതായത് ഇല പൊഴിയുന്ന കാലത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രസമാണ്. ഒരു ഇലയും ഉണ്ടാവില്ല, കംപ്ലീറ്റ് പൂക്കളായിരിക്കും വസന്തകാലത്തിൻ്റെ ആ സമയത്തൊക്കെ. നല്ല ഭംഗിയുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ്. ഏത് സമയത്ത് വന്നാലും, ഇനി നല്ല പെരുമഴയത്ത് വന്നാലും ഇവിടുത്തെ വെള്ളച്ചാട്ടങ്ങളും അതുപോലെ തന്നെ വെള്ളം പോകുന്നതൊക്കെ ഒഴുകിപ്പോകുന്നതൊക്കെ കാണാൻ തന്നെ രസകരമായ കാര്യമാണ്. നല്ല രസമുള്ള സംഭവമാണ്. വേനൽക്കാലത്താണെങ്കിൽ വെയിൽ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ വരികയാണെങ്കിൽ ഒരുപാട് നേരം നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. വൈകിട്ടൊക്കെ ആണെങ്കിൽ ഒരുപാട് നേരം നമുക്ക് നല്ല കാറ്റും ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഇനി പോകുന്നത് ഒരു വേറൊരു സ്ഥലത്തേക്കാണ്. ഇതിൻ്റെ കൂടെ തന്നെയുള്ള ഒരു ഹനുമാൻ പാലം എന്ന് പറയുന്നത്. ഇവിടുത്തെ ആളുകളും അതുപോലെ തന്നെ ഈ റീൽസൊക്കെ ഞാൻ കണ്ടത്, പണ്ട് ഹനുമാൻ നമ്മുടെ ലക്ഷ്മണനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മൃതസഞ്ജീവനി എടുക്കാൻ പോയല്ലോ, ഒരു കഥയുണ്ടല്ലോ. അപ്പോൾ പുള്ളിക്കാരൻ ഈ നമ്മുടെ ഹനുമാൻ സ്വാമി ഇങ്ങനെ എന്താ പറയുക, ഇരുന്ന ഒരു സ്ഥലമാണെന്നോ എന്തൊക്കെ പറഞ്ഞ് ഒരു ഐതിഹ്യമുണ്ടെന്നാണ് പറയപ്പെടുന്നു. അങ്ങനെയുള്ളൊരു സ്ഥലമാണ് ഇവിടെ. അപ്പോൾ ആദ്യം ഞാൻ വരുമ്പോഴൊന്നും ഇങ്ങനെ മാർക്ക് ചെയ്തതായിട്ട് കണ്ടിട്ടില്ല. ഇപ്പോൾ പക്ഷേ അതൊക്കെ എഴുതി വെച്ചിട്ടുള്ളതായിട്ട് ഇങ്ങനെ പറയപ്പെടുന്നുണ്ട്. എന്തായാലും അതും ഒരു രസകരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. മഴക്കാലത്തൊക്കെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. വഴുക്കലൊക്കെ ഉണ്ടാവും, നല്ല പാറയാണ്. അതുപോലെ തന്നെ കുട്ടികളെയൊക്കെ കൊണ്ടുവരുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം. വഴുക്കിയാൽ നമുക്ക് അപകടങ്ങൾ പറ്റാൻ സാധ്യതയുണ്ട്. പക്ഷേ നല്ല രസകരമായിട്ടുള്ളൊരു സംഭവം. ഈ പറഞ്ഞ പോലെ തന്നെ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടോ, ഹനുമാൻ പാലം എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്.
നല്ല ഒരു താഴ്ചയുള്ള ഇറക്കമുള്ളൊരു സ്ഥലമാണ്. നല്ല ഭംഗിയുള്ള സ്ഥലം കൂടിയാണ്. ഇവിടെ അമ്പലവും പരിസരവും ഒക്കെ വളരെ വൃത്തിയായിട്ടും ഭംഗിയായിട്ടും സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ നോക്കുമ്പോൾ ഒരു പ്ലാസ്റ്റിക് വേസ്റ്റോ അതുപോലെ തന്നെ ആഹാര വേസ്റ്റുകളോ മറ്റ് ചപ്പും ചവറുകളൊന്നും ഇവിടെ ഒന്നുമില്ല. നമ്മൾ വരുന്നവരും അതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. കാരണം നമ്മളൊരിക്കലും ആഹാര വസ്തുക്കളോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിലുകളോ അതുപോലുള്ള പ്ലാസ്റ്റിക് വേസ്റ്റുകളൊന്നും ഒരിക്കലും ഇത്തരം സ്ഥലങ്ങളിൽ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലാണെങ്കിലും കാടുകളിലും മലകളിലും കാണുന്ന ഒരിക്കലും നമ്മളത് കൊണ്ടുവന്ന് അലക്ഷ്യമായി നിക്ഷേപിക്കരുത് എന്നുള്ളത് കൂടി ഒരു അഭ്യർത്ഥനയാണ്. കാരണം നമ്മുടെ ചുറ്റുപാടുമുള്ള സ്ഥലങ്ങൾ ഭംഗിയായിട്ട് സൂക്ഷിക്കേണ്ടതും വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ടതും നമ്മുടെ ഒരു കടമ തന്നെയാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നതോടൊപ്പം നമ്മുടെ മക്കളെയും അത് പറഞ്ഞ് പഠിപ്പിക്കുക കൂടി ചെയ്യണം. നിങ്ങളും ഇതുപോലെ തന്നെ ഇത്തരം സ്ഥലങ്ങളിൽ നമ്മുടെ പാലക്കാട് ചുറ്റുപാടുള്ള സ്ഥലങ്ങളിൽ ചെറിയ ചെറിയ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കണം എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. ഒരു ദിവസം രാവിലെയോ വൈകിട്ടോ ഒരു കാറിലോ അല്ലെങ്കിൽ ബൈക്കിലോ ഒക്കെ നമുക്ക് ഈ സ്ഥലങ്ങൾ കാണാൻ കഴിയും. എല്ലാവരും ശ്രമിക്കുക. താങ്ക് യു.